DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യുന്നുവെന്നതാണ്. DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുക. നിയമസഭയുള്ളതിനാൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. പ്രത്യാരോപണങ്ങളൊക്കെ പല തരത്തിൽ ഉയരുന്നുണ്ട്. അതിനെല്ലാം ഒരു അവസാനം കാണണമെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എത്രമാത്രം നിർണായകമാണ് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ? കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ഈ IC ബാലകൃഷ്ണൻ MLAയും DCC പ്രസിഡന്റും ND അപ്പച്ചനടക്കമുള്ളവർക്ക് ജാമ്യം നൽകിയത്. അതൊരു തരത്തിൽ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ജാമ്യം നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞത് ജില്ല വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒപ്പം അന്വേഷണവുമായി സഹകരിക്കണം എന്നതാണ്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA ഒരു നിയമസഭാ സാമാജികനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമസഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി തന്നെ അദ്ദേഹം നിയമസഭാ നടപടികളിൽ ഇന്ന് പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് രണ്ട് നേതാക്കൾ ഇന്ന് തന്നെ പോലീസിന് മുമ്പാകെ ഹാജരാകും. എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരായേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം വളരെ വിശദമായി ഇക്കാര്യത്തിൽ വാദം കേട്ടിരുന്നു. ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അതിൽ പൂർണ്ണമായും ഈ പറയുന്ന പോലീസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന വാദമാണ് നേതാക്കൾ പങ്കുവച്ചത്. പക്ഷേ NM വിജയന്റെ കത്ത് ഒരു മരണമൊഴിയായി കണക്കാക്കി 3 പേർക്കും ജാമ്യം അനുവദിക്കരുത് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം അധികാരത്തിലൊക്കെ ഏറെ സ്വാധീനമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തും എന്ന കാര്യം പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ ആത്മഹത്യയുമായി നേതാക്കൾക്ക് യാതൊരു ബന്ധമില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് MLA അടക്കമുള്ളവർ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ വാദഗതികൾക്ക് പൂർണ്ണമായി ഒരു സാധ്യത എന്നതിനപ്പുറം ഈ അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുമെന്ന ഉറപ്പ് പ്രതിഭാഗം കോടതിക്ക് നൽകി. ഒപ്പം സമൂഹത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ് അവർ. ഈ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നടപടിയോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഉള്ള നടപടിയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2 നേതാക്കന്മാർ പോലീസിന് മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാവും. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇന്ന് IC ബാലകൃഷ്ണൻ വയനാട്ടിൽ എത്തില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യൽ. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.